നടി ആക്രമിക്കപ്പെട്ട വിഷയത്തിൽ മുഖ്യ പ്രതിയാണ് നടൻ ദിലീപ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശബരിമലയിൽ പോയി. അതിൽ VIP ട്രീറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിന് കിട്ടിയത്. മറ്റുള്ളവർക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റിനെക്കാട്ടും വലിയ ട്രീറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പ്രത്യേക പരിഗണനയൊക്കെ കിട്ടി. വലിയ വലിയ ആളുകളുടെ റൂമിലൊക്കെ താമസിക്കാൻ അനുമതി കിട്ടി. ഇപ്പോൾ അത് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ശബരിമലയിൽ തീർത്ഥാടകരെ തടയാൻ ആര് അധികാരം നൽകി? എന്ത് പ്രത്യേകതയാണ് ഇത്തരം ആളുകൾക്ക് ഉള്ളത് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയുടെ ദൃഷ്ടിയിൽ ഇദ്ദേഹം ക്രിമിനലാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബലാത്സംഗ കൊട്ടേഷൻ പ്ലാൻ ചെയ്തത് ഇദ്ദേഹമാണ് എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസം പ്രബലപ്പെടാൻ വേണ്ടിയിട്ട് ശബരിമലയിൽ പോയതാണ്. പക്ഷേ അവിടെ രാജാവിൻ്റെ സ്വീകരണമാണ് തനിക്ക് കിട്ടിയത്. അപ്പോൾ രാജാവിൻ്റെ സ്വീകരണം എങ്ങനെയാണ് ഒരു ക്രിമിനലിന് കൊടുക്കുക എന്നുള്ളതാണ് ഹൈക്കോടതിക്ക് അറിയേണ്ടത്. അതിപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ട് ഇരിക്കുകയാണ്. കേരളത്തിൽ പണമുണ്ടെങ്കിൽ അത് ക്രിമിനൽ എന്നുള്ള വിഷയമൊന്നും വരുന്നില്ല. പണം ആർക്കാണോ ഉള്ളത് അവൻ രാജാവായിരിക്കും. അത് ബലാത്സംഗം ചെയ്താലും ശരി, കൊലപാതകം ചെയ്താലും ശരി, കള്ളക്കടത്ത് നടത്തിയാലും ശരി, തട്ടിപ്പ് നടത്തിയാലും ശരി, വെട്ടിപ്പ് നടത്തിയാലും ശരി, പിടിച്ചു പറിച്ചാലും ശരി, എല്ലാം അങ്ങനെയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മളിപ്പോൾ ഈ സംഭവത്തിലൂടെ കാണുന്നത്.